ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവർക്കും ഓണമൊക്കെ അടുത്തില്ലേ, ഒരുക്കങ്ങളൊക്കെ ആയില്ലേ എല്ലാവരുടെയും. എടുത്തരണ്ട, ഇവിടെ ഇരിക്കും. നല്ല കുട്ടിയായിട്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ താക്കോലൊക്കെ എടുത്തരാം. എന്തായാലും മോനെ അന്വേഷിക്കണ്ടവര് അന്വേഷിക്കണ്ട്. നോക്കി നോക്കി ചോദിച്ചു നോക്കി എന്താ വിശേഷം കയറുന്നിട്ട് ചോദിക്കും. അതെ, കാര്യം കഴിഞ്ഞു അല്ലേ? ആ, നീ മിണ്ടാതിരിക്കണ കേട്ടാ. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡമ്മിയാന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ അതെനിക്കിന്ന് ഇടാൻ പറ്റില്ല ഇവിടെ. അതാ എനിക്ക് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഡമ്മിയായിട്ട് ഇരുന്നിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് നമുക്ക് ചായയിൽ കാപ്പിപ്പൊടി ഒന്നും വേണ്ട, തിളപ്പിക്കേണ്ട സമയമൊന്നുമില്ല. വേണ്ടത് നമുക്ക് നമ്മുടെ കൃഷ്ണ തുളസിയാണ് കേട്ടോ. കൃഷ്ണ തുളസി അറിയാലോ, രാമതുളസി ഉണ്ട്, കൃഷ്ണ തുളസി ഉണ്ട്. അത് കുറച്ച് ഇല എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് ആദ്യം മാറ്റി വയ്ക്കാം. ഇതൊന്ന് പഠിപ്പിക്കലാണ് എന്തായാലും. മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഹെന്ന പൗഡറാണ് കേട്ടോ. ഹെന്ന പൗഡർ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ട് ഇത് തിളപ്പിച്ച് ചൂടാറിയ വെള്ളത്തിൽ കലക്കി വെച്ച് ഫ്രിഡ്ജിലിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മളത് എടുക്കുക. അതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടാവില്ല, കലങ്ങിയ പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവും. പിറ്റേ ദിവസം നമ്മുടെ നീലാംബരി പൊടി ഉണ്ടല്ലോ, നമ്മൾ അവിടെ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊരു 3 ടീസ്പൂൺ, അതാണ് ഇതിൻ്റെ ഒരു അളവ്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ നമുക്ക് ചെയ്യാനുള്ളത് തുളസിയുടെ വെള്ളം തിളപ്പിച്ച് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരുവിധം എല്ലാ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് മറ്റുള്ള ഹെന്നപ്പേക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പഴയ നരകളൊക്കെ നമുക്ക് പുറത്തേക്ക് വരും. പക്ഷേ ഇത് അങ്ങനെയൊന്നും വരില്ല. ഇത് നമുക്ക് കുറേ കാലം നമുക്ക് അത് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. നര പോകുന്നല്ല പറഞ്ഞത്, അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. നമ്മൾ മറ്റേ എന്താ പറയുക, ഡൈപ്പൊടിയൊന്നും മേടിച്ചിട്ട് ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഒരെണ്ണം പോലും ഇതുവരെ നിറച്ചിട്ടില്ല. വയസ്സൊക്കെ ആയിട്ടോ, ഇങ്ങനെ ഇരിക്കണമെന്ന് നോക്കണ്ട. അപ്പോൾ നമുക്ക് അത് എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. അപ്പോൾ നമ്മൾ എത്രയാണോ ഹെന്നാപ്പൊടി എടുത്തത് അതേ അളവ് തന്നെയാണ് നമുക്ക് നീലാംബരിപ്പൊടി എടുക്കേണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് തലയിൽ നമ്മൾ ഹെന്ന തേച്ച് പിടിപ്പിക്കുന്ന പോലെ കുറച്ച് ലെയർ പോലെ എടുത്തിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി റെഡിയാക്കി തലയിൽ തേച്ച് വയ്ക്കുക. നമ്മൾ ഹെന്ന ചെയ്യുമ്പോൾ ഒരു 2 മണിക്കൂർ നേരമെങ്കിലും നമ്മൾ തലയിൽ ഇടണം എന്നാണ്, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഒരു തരി എണ്ണ പാടില്ല കേട്ടോ. നമ്മൾ ഹെന്ന പൗഡർ നമ്മൾ തലയിൽ ഇടുമ്പോൾ അത് മറ്റേ ഹെന്ന നമ്മൾ പുറത്ത് പോയി ചെയ്യായാലും വീട്ടിൽ ചെയ്യായാലും നമ്മുടെ തലയിൽ എണ്ണമെഴുക്ക് പാടില്ല. നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോൾ അവർ ആദ്യം നമ്മുടെ തല വാഷ് ചെയ്യും. എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തല വാഷ് ചെയ്ത് കളഞ്ഞിട്ടാണ് നമുക്കിതൊക്കെ ചെയ്തു തരുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. അപ്പോൾ മൈല്യൂട്ടായിട്ടുള്ള ഷാമ്പൊക്കെ ഉപയോഗിച്ച് തല കഴുകിയതിന് ശേഷം നമ്മളിത് ചെയ്യുക. നമ്മൾ മറ്റുള്ള പാക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയും ഒരു തരി എണ്ണ തേച്ചിട്ട് നമ്മൾ പാക്കുകൾ ഇടാനായിട്ട്. ഇതിന് അത് വേണ്ട കേട്ടോ, എന്നാലും നമുക്ക് അതിന് ഗുണം കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് 2 മണിക്കൂർ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 4 മണിക്കൂർ ഇടണം. അപ്പോൾ അത് തലയ്ക്ക് ഉറപ്പുള്ളവർ മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ പറഞ്ഞു തന്നെന്ന് വിചാരിച്ചിട്ട് ആരും ജലദോഷം പിടിച്ച് ഓണത്തിന് വീട്ടിൽ കിടക്കൊന്നും ചെയ്യരുത്. ചിലവർക്ക് എന്ത് വെച്ചാലും തലയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. എത്രയോ മണിക്കൂർ നേരമൊക്കെ അവർ തലയിലെ പാക്കുകളൊക്കെ ഇട്ടിട്ട് ഇരിക്കും. ഇവിടെ എനിക്കത് പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്ത് ഇവിടെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇപ്പോൾ ചെറുപ്പം കുട്ടികൾക്ക് തൊട്ട് മുതിർന്നവർക്ക് വരയ്ക്ക് തലമുടി നിറയ്ക്കുന്നുണ്ടല്ലേ. അത് വൈറ്റമിൻസിൻ്റെ കുറവുണ്ടായിരിക്കാം, പാരമ്പര്യമായിട്ടിരിക്കാം, ടെൻഷൻ ഉണ്ടായിരിക്കാം, പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മുടിയൊക്കെ നരച്ച് വല്ലാണ്ടായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, 2 ബൗൾ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഒരു കപ്പിൽ നിന്ന് മറ്റേ കപ്പിലേക്ക് ഇങ്ങനെ ചെയ്യുന്ന രീതിയിൽ നമ്മളത് ചെയ്തെടുത്ത് നമ്മുടെ മുടീനെ ഒന്ന് സംരക്ഷിക്കുക. പിന്നെ ഇതിൽ മുട്ട ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഓൺലി തുളസി വെള്ളം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീലാംബരിപ്പൊടി ആയാലും ഹെന്നപ്പൊടി ആയാലും നമുക്ക് ആയുർവേദ കടയിൽ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ
മറ്റേ ചെറിയ കടകളിലൊക്കെ ഹെന്നാപ്പൊടി മേടിക്കാൻ കിട്ടും. നീലാമ്പരിപ്പൊടി നമുക്ക് ആയുർവേദ കടയിൽ മാത്രമേ മേടിക്കാൻ കിട്ടുള്ളൂ കേട്ടോ. ഇനി പുറത്ത് കടകളിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഹെയർ പാക്കിന് നല്ലതുമാണ്. നീലാമ്പരിപ്പൊടി നല്ലതുമാണ് നെല്ലിക്കൊക്കെ ഇട്ടിട്ട് അരച്ച് ഇതാക്കാനായിട്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതാണ് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു തന്നത് കേട്ടോ. പിന്നൊരു കാര്യം കൂടി, നമ്മൾ ഫേസ് പാക്കൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലോ. ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ റോസ് വാട്ടർ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്യാനായിട്ട് തേച്ച് പിടിപ്പിക്കുന്നല്ല, ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത്രയേ വേണ്ടൂ കേട്ടോ. അത് തന്നെ മുഖത്തിരുന്ന് വലിഞ്ഞു പൊക്കോളും. പിന്നെ നമുക്ക് ലാക്മിയുടെ ഈ ഒരു ക്രീം, ഇത് 350 രൂപയാണ് വില. പക്ഷേ നമുക്കിത് ഫുള്ളാണിതിൽ. ഒരു തരി എടുത്തിട്ട് മോയ്സ്ചറൈസാണ്. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇതൊന്ന് മുഖത്ത് തേക്കുക കേട്ടോ. ഇതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അപ്പോൾ ഇത് 350 അല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കുന്നു വേണ്ട. നമുക്ക് കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസ് ഇത് മേടിച്ച് ഒരെണ്ണം വെക്കാനായിട്ട് നോക്കുക. ഇപ്പോൾ റോസ് വാട്ടറും ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്കിതൊക്കെ ചെയ്യണമല്ലോ. ഗ്ലിസറിനോ റോസ് വാട്ടറോ ഒന്നും ഇല്ലെങ്കിൽ നമുക്കിത് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഏറ്റവും നല്ലതാണ് മോയ്സ്ചറൈസ്. ഇത് പ്രൊമോഷനൊന്നല്ല കേട്ടോ. ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് പറഞ്ഞു തന്നതാണ്. പലരും ചോദിക്കുന്നുണ്ട് മോയ്സ്ചറൈസ് ഏതാ ചേച്ചി തേക്കുക എന്നുള്ളത്. പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഫേസ് പാക്ക്, ഹെയർ പാക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തലയിൽ സൂട്ടാവണ ഏത് പാക്കായാലും ഉപയോഗിച്ച് നോക്കാം കേട്ടോ. മാറി മാറി എല്ലാം തേച്ചിട്ട് ജലദോഷം വരുത്തി വയ്ക്കരുത്. ജലദോഷമൊക്കെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞങ്ങളിവിടെ പല പാക്കുകളെ പറ്റിയിട്ട് പറയും. അല്ലാതെ ഒന്നിനൊന്നും മെച്ചമുള്ള പാക്കുകളാണ്. പക്ഷെ അത് എല്ലാവരുടെ തലയ്ക്കും പിടിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഉലുവയൊക്കെ ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്, തണവ് തട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പല പാക്കുകൾ നമ്മളിതിലിട്ടിട്ടുണ്ട്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി മുട്ടയൊക്കെ വളർത്തി ഓണത്തിനൊക്കെ സുന്ദരികളും സുന്ദരന്മാരൊക്കെ ആയിട്ട് ഇരിക്കാം കേട്ടോ. അപ്പോൾ നാളെ ഇനി വീഡിയോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, തിരക്കായില്ലേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഓണാശംസകളൊക്കെ മുൻപേ കൂട്ടി പറയുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക, ഓണൊക്കെ അടിച്ച് പൊളിക്കുക. മാവേലിത്തമ്പുരാൻ നേരിട്ട് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരട്ടെ. അപ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.